പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിക്ക് ക്രൂരമായ കൂട്ടമർദ്ദനം. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ 7 സീനിയർ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. SFIക്കെതിരെ ക്യാമ്പസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. ഫുട്ബോൾ പരിശീലനം കഴിഞ്ഞു മടങ്ങുമ്പോൾ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ കർണപടം തകർന്നു. പോലീസ് കേസെടുത്തില്ലെന്ന് കുട്ടിയുടെ അമ്മ. വടകര SP സാർക്ക് പരാതി കൊടുത്ത 13-ാം തീയതി. അതിനുശേഷം അന്ന് എന്താന്നുള്ളത് ഇതുവരെ തീരുമാനമായിക്കില്ല, കേസായിക്കോ എന്നുള്ളത്. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല. പോലീസിൽ പരാതി നൽകി കുടുംബം. ആശുപത്രിയിൽ എത്തിക്കും വരെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പരാതി. മൂന്നാറിൽ അക്രമം നിർത്താതെ പടയപ്പ. കാട്ടാന എത്തിയത് ദേവികുളം ടോൾ പ്ലാസയിൽ. ആര്യനാട് പുലിയുടെ കാൽപ്പാടുകൾ. പാലക്കാട് തച്ചമ്പാറയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 6 വയസ്സുകാരിക്ക് പരുക്ക്. കരാറുകാരുടെ അനാസ്ഥ. റോഡ് നിർമ്മാണം വൈകുന്നു. ചിന്നക്കനാലും സൂര്യനെല്ലിയും എത്താൻ തകർന്ന റോഡുകൾ മാത്രം. വിശദമായി നോക്കാം. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായ സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ 7 പേർക്ക് സസ്പെൻഷൻ. യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി റാഗ് ചെയ്തത് SFI പ്രവർത്തകരാണെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി. കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. കഴിഞ്ഞ 11-ന് ക്യാമ്പസിൽ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു. പിന്നാലെ 1ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയായ ബിൻസ് ജോസിനെ യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. SFI പ്രവർത്തകരാണ് റാഗ് ചെയ്തതെന്ന് വെളിപ്പെടുത്തിയ വിദ്യാർത്ഥി ദുരനുഭവം വിവരിച്ചു. ഷർട്ട് വലിച്ചു കീറി. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ വെള്ളം നൽകി. ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടാണ്ട് വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്ലേ കൊടുക്കാന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന്. അങ്ങനെ അത് വേലെന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വാണ്ട് തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. മറ്റൊരു ജൂനിയർ വിദ്യാർത്ഥിയെ തിരഞ്ഞെത്തിയ സംഘമാണ് ബിൻസിനെ മർദ്ദിച്ചത്. കോളേജിലെ ആന്റി റാഗിംഗ് സെൽ നടത്തിയ അന്വേഷണത്തിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകി. കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. റാഗ് ചെയ്ത 7 സീനിയർ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ 13-കാരന്റെ കർണപടം തകർന്നു. പരാതി നൽകിയിട്ടും പോലീസ് ഇടപെടൽ വൈകിയെന്ന് കുടുംബം ആരോപിച്ചു. ഫുട്ബോൾ താരമായ വിദ്യാർത്ഥി പരിശീലനം കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് 13-കാരനെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപടം തകർന്നു. 2 ആഴ്ച മുൻപ് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഗുരുതരമായി പരുക്കേറ്റ കുട്ടി ചികിത്സയിലാണ്. പേരും സ്കൂളും ചോദിച്ച് സ്കൂൾ പറഞ്ഞപ്പോ അടിച്ച്. എന്റെ സ്കൂളല്ല, വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. തലക്കും ചെവിക്ക് അടിച്ച് ചായിട്ടൊക്കെ ചെയ്യും. ചെവിക്ക് പാടൊക്കെ ഹോൾസ് ഉണ്ട്. അന്ന് തലവേദന ഒക്കെ ഉണ്ടായിരുന്നു. ചെവി അടയൊക്കെ ചെയ്തു. ഇരു സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു. എന്നാൽ മർദ്ദിച്ചവരെ മുൻ പരിചയമില്ലെന്നാണ് കുടുംബം പറയുന്നത്. മകനെ അറിയാത്ത കുട്ടികളാണിത്. അവനൊരു പേരറിയില്ല, ഏത് സ്കൂളാണ് പഠിക്കുന്നതെന്നൊന്നും അറിയില്ല. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പയ്യോളി സ്കൂളിലെ കുട്ടികളാണ് എന്നുള്ളത് അറിഞ്ഞത്. അവരൊരു വീഡിയോ, അവർ അടിക്കുന്ന സമയത്തെടുത്ത വീഡിയോ നമ്മളെ കയ്യിലെത്തി.
അതിനുശേഷം അടി ഇത്രയും ഗൗരവത്തിലുള്ളതാണെന്ന് മനസ്സിലായത്. പിന്നെ ഇവരെ കൂട്ടത്തിലുള്ള കുട്ടികൾ അതിന്റെ മുന്നേ ഒരു മാസം മുന്നേ നന്ദിയിൽ ഒരു കുട്ടിന്റെ വീട്ടിൽ വന്നിട്ട് അടിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന് കുടുംബം ആരോപിച്ചു. 10 ദിവസമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥ ഇല്ലെന്ന മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിച്ചതെന്നും കുടുംബം. ഇനി എന്തെല്ലോ റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമ്മളടുത്ത് മൊഴിയെടുക്കാൻ വരൂ. മൊഴിയൊരിക്കലെടുത്തതാ ബസ്സില്. പിന്നെ അങ്ങനല്ല പറഞ്ഞത്. അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക അങ്ങനത്തെ ഒരു ഇതിൽ നമുക്കൊരു നീതിയില്ല. അവര് കുറ്റം ചെയ്തവരുടെ ഭാഗത്ത് നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നീതി നിയമപരമായിട്ടൊരു നീതിയും കിട്ടാത്ത തരത്തിലാണ് പോലീസുകാർ നമ്മളോട് പെരുമാറിയത്. സാരമായി പരിക്കേറ്റതിനാൽ കുട്ടിക്ക് ഡോക്ടർമാർ 3 മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പയ്യോളി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന് കുടുംബം. മാലയും കമ്മലും ഉൾപ്പെടെ 4 പവൻ സ്വർണം കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി. കൊയിലാണ്ടി മണകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിലാണ് പ്രദേശവാസികളായ ലീല, അമ്മുക്കുട്ടി, രാജൻ എന്നിവർ മരിച്ചത്. ഇതിൽ ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. മൃതദേഹത്തിൽ നിന്നും ലഭിച്ചത് സ്വർണ്ണവളകൾ മാത്രമാണ്. ലീല ധരിച്ചിരുന്ന സ്വർണ്ണമാലയും കമ്മലുകളും നഷ്ടപ്പെട്ടു. അപകടം നടന്നയുടൻ ലീലയെ ആശുപത്രിയിലെത്തിച്ചത് മകൻ ലിഗേഷും ബന്ധുക്കളുമായിരുന്നു. ആ സമയത്ത് ലീലയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നതായി കുടുംബാംഗങ്ങൾ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കുടുംബാംഗങ്ങൾ വിഷയം ദേവസ്വം മന്ത്രി VN വാസവന്റെയും കാനത്തിൽ ജമീല MLAയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. പത്തനംതിട്ട പെരുന്നാട്ടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിൻ വധക്കേസ് രാഷ്ട്രീയ കൊലപാതകമാണെന്ന നിലപാടിൽ ഉറച്ച് CPM. പ്രതികളിൽ ചിലർക്ക് പാർട്ടി ബന്ധമുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് കൊലപാതകം നടത്തിയത് RSSകാരാണെന്ന് CPM ആവർത്തിക്കുന്നത്. അതേസമയം ഫണ്ട് പിരിക്കാനുള്ള CPM ശ്രമം പൊളിഞ്ഞുവെന്ന് BJP പരിഹസിച്ചു. കൊല്ലപ്പെട്ട ജിതിന്റെ സംസ്കാരം നാളെ നടക്കും. ജിതിൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കൊഴുക്കുകയാണ്. പ്രതിപ്പട്ടികയിലെ ചിലരുടെ CPM DYFI ബന്ധം പുറത്തായതോടെ വിഷയത്തിൽ പാർട്ടി പ്രതിരോധത്തിലായി. കേസിലെ പ്രതികളിലൊരാളായ നിഖിലേഷ് CA2കാരനാണെന്ന് അമ്മ പറഞ്ഞതും നേതൃത്വത്തെ വെട്ടിലാക്കി. പക്ഷേ നിലപാടിൽ മാറ്റം വരുത്താൻ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം തയ്യാറായിട്ടില്ല. ജിതിൻ്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും കൊന്നത് RSS സംഘം തന്നെയാണെന്നും രാജു അബ്രഹാം ആവർത്തിച്ചു. ഒരിക്കലും അവർക്ക് RSSനോ BJPക്കോ അവിടുത്തെ BMSനോ ഇതിനകത്തുനിന്ന് കൈ കഴുകാനുള്ള യാതൊരു രക്ഷയും ഉണ്ടാകത്തില്ല. കൈ കഴുകി രക്ഷപ്പെടാൻ എന്ന് ഒരു കാരണവശാലും കഴിയില്ല. സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു സംഘമാണ് ഈ അവിടുത്തെ പ്രധാനപ്പെട്ട RSSന്റെ പ്രവർത്തകർ. നിഖിലേഷ് അവിടെ അറിയപ്പെടുന്ന ഒരു RSS ക്രിമിനലാണ്. അദ്ദേഹത്തിന് CA2മായിട്ട് CPMമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൊലപാതകം RSSന്റെ തലയിൽ കെട്ടിവെച്ച് പിരിവ് നടത്താനുള്ള CPM ശ്രമം പൊളിഞ്ഞുവെന്ന് BJP തിരിച്ചടിച്ചു. നിരവധി പ്രാവശ്യം MLA ആയിട്ടുള്ള CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു അബ്രഹാം സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ പറഞ്ഞത് BJP സംഘപരിവാരമാണെന്നുള്ളത്. അദ്ദേഹം പച്ച കള്ളമാണ് പറഞ്ഞതെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ജാള്യത മറയ്ക്കാനാണ് അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിലേഷിൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് CA2കാരനാണ് മകൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പുറത്ത് വന്നപ്പോൾ അതിനെ എങ്ങനെയും മൂടാൻ വേണ്ടിയിട്ട് എനിക്കറിയത്തില്ല എന്നുള്ള കള്ളപ്രകടനമായിട്ട് രാജു അബ്രഹാം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കേസിലെ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 പത്തനംതിട്ട. മൂന്നാറിൽ പരാക്രമം തുടർന്ന് കാട്ടുകൊമ്പൻ പടയപ്പ. ദേശീയപാതയിൽ ദേവികുളം ടോൾ പ്ലാസയിലും കാട്ടാനയെത്തി. കഴിഞ്ഞ രാത്രി ചൊക്കനാട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷിനാശവും വരുത്തി. മദപ്പാടിലുള്ള പടയപ്പ ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു. പലരും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പടയപ്പയെ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ആന പരാക്രമം തുടരുകയാണ്. ദേശീയപാതയിൽ ദേവികുളത്തെ ടോൾ പ്ലാസയിൽ ആനയെത്തി. കഴിഞ്ഞ രാത്രിയിൽ ചൊക്കനാട് മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പലപ്പോഴും മണിക്കൂറുകൾ റോഡിൽ തമ്പടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ ഇറങ്ങിയിരുന്ന ആന നിലവിൽ ദേവികുളം ഭാഗത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. തൊഴിലാളികളും കുട്ടികളുമെല്ലാം വലിയ ഭീതിയിലാണ്. കാട്ടാനകൾ മൂന്നാർ മേഖലയിൽ വ്യാപക നാശം വരുത്തുമ്പോഴും വനം വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 മൂന്നാർ.
അജ്ഞാത മൃഗത്തിന്റെ കാൽപ്പാടുകൾ കണ്ട ആര്യനാട് ചേരപ്പള്ളിയിൽ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. ഇവിടെ പുലി ഇറങ്ങിയതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. വനം വകുപ്പിന്റെ പരിശോധനയിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. കുറെ നാളുകളായി ചേരപ്പള്ളി ഭീതിയിലാണ്. പലതവണയായി ചേരപ്പള്ളി വലിയ കളത്തിന് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ പുലി എന്ന് പറഞ്ഞാൽ ചേരപ്പള്ളി പ്രദേശത്തുള്ളവർ ഭയങ്കര ആശങ്കയിലാണ്. ഇപ്പം നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചു. അവർ ക്യാമറ വയ്ക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് ആശങ്ക ആൾക്കാരെ ഒന്നും മാറി ഏറ്റവും ക്യാമറ വയ്ക്കുന്നതിൽ ഇത് കണക്കാക്കി ലേശം ധൈര്യത്തിലാണ് ഇവിടുത്തെ ജനങ്ങളിപ്പോൾ. നേരത്തെ ഈ ഭാഗത്ത് വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. പുലിയെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും കാട്ടുപൂച്ച ആകാമെന്നും വനം വകുപ്പ്. എന്നാൽ കഴിഞ്ഞ ദിവസം നായയെ കടിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. കാട്ടുപൂച്ച നായയെ ആക്രമിക്കാറില്ല. അതുകൊണ്ടാണ് അജ്ഞാത ജീവി ഏതെന്ന് കണ്ടെത്താൻ വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചത്. ചേരപ്പള്ളി പ്രദേശത്ത് പുലിയെ കണ്ടു എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരുത്തിപ്പള്ളി RRT ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറയിലുള്ള ചിത്രങ്ങൾ വ്യക്തമാകുന്നതോടുകൂടി ജനങ്ങളുടെ ആശങ്ക നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇന്നാണ് നമ്മൾ ക്യാമറ ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം ചേരപ്പള്ളിയെ ഭീതിയിലാക്കിയ ജീവി ഏതെന്ന് കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. പുലി എന്ന് ഉറപ്പിക്കുന്നില്ലെങ്കിലും ജാഗ്രത പാലിക്കാൻ നാട്ടുകാർക്ക് വനം വകുപ്പ് നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് തച്ചമ്പാറ മുതുകുർശിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 6 വയസ്സുകാരിക്ക് പരിക്കേറ്റു. മുതുകുർശി സ്വദേശികളായ സന്തോഷിന്റെയും ബിൻസിയുടെയും മകൾ പ്രാർത്ഥനയ്ക്കാണ് പരിക്കേറ്റത്. സഹോദരിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ട് വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം. കൊണ്ടോട്ടിയിലെ കർഷകരുടെ കാട്ടുപന്നി ആശങ്കയ്ക്ക് പരിഹാരം നൽകി റൈഫിൾ ഷൂട്ടർമാരുടെ സംഘം. കഴിഞ്ഞ ദിവസം മേഖലയിൽ നിരവധി പന്നികളെയാണ് സംഘം വെടിവെച്ച് വീഴ്ത്തിയത്. കാട്ടുപന്നി ശല്യത്തിൽ വലഞ്ഞിരിക്കുകയാണ് കൊണ്ടോട്ടി നഗരസഭയിലെ കർഷകരും പൊതുജനങ്ങളും. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ആളുകളെയും ആക്രമിക്കുന്നു എന്നതാണ് മറ്റൊരു ഭീഷണി. ഈ പ്രശ്നത്തിന് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നതായിരുന്നു റൈഫിൾ ക്ലബ് അംഗങ്ങളുടെ സേവനം. മലപ്പുറത്തെ റൈഫിൾ ക്ലബ്ബിലെ 14 അംഗങ്ങളാണ് കാട്ടുപന്നികളെ തേടി കൊണ്ടോട്ടി നഗരസഭയിലെ 4 വാർഡുകളിൽ എത്തിയത്. കോട്ടാശ്ശേരി ഭാഗത്തെ 25, 26, 27, 28 വാർഡുകളിൽ കാടുപിടിച്ച പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി പന്നികളെ വെടിവെച്ച് വീഴ്ത്തി. ഷൂട്ടർമാർക്കൊപ്പം വേട്ടനായ്ക്കളും പ്രദേശത്തെ അറിയുന്ന ആളുകളും ചേർന്നതോടെ കർഷകരെ വലയ്ക്കുന്ന ഒട്ടേറെ കാട്ടുപന്നികളെ നശിപ്പിക്കാനായി. ഈ പന്നിയുടെ ശല്യം അതിരൂക്ഷമാണ്. ഒരാൾക്കും ഒരു കൃഷി നടത്താൻ പറ്റുന്നില്ല. ഈ കൃഷി ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ടാണ് നിരവധി തവണ നഗരസഭയിൽ ഈ കർഷകർ പരാതിപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് ഈ ഓപ്പറേഷൻ നടന്നത്. ഈ ഓപ്പറേഷൻ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞു. ധാരാളം പന്നികൾ ഈ സ്ഥലങ്ങളിൽ അധിവസിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്ഥലത്തേക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ്. സൗജന്യമായാണ് സേവനത്തിന് ഇറങ്ങിയതെന്നും എവിടെ വേണമെങ്കിലും വിളിച്ചാൽ ഇതേ സേവനം നൽകാൻ തയ്യാറാണെന്നും റൈഫിൾ ക്ലബ് അംഗങ്ങൾ പറഞ്ഞു. ഒപ്പം സർക്കാരിന് മുന്നിൽ ഇവർക്ക് വയ്ക്കാൻ ഒരു അഭ്യർത്ഥനയും ഉണ്ട്. നഗരസഭയുടെ അധികാരികൾ നിരന്തരം നമ്മോട് ആവശ്യപ്പെടുക. ഞങ്ങൾ മലപ്പുറം റൈഫിൾ ക്ലബ്ബ് ആംസ് ലൈസൻസ് ഓണേഴ്സിനോട് നിരന്തരം ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ ഒരു 10-14 ലൈസൻസുകൾ ഷൂട്ടർമാർ വരികയും നമ്മൾ ഈ പ്രദേശം ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുകയും ഒരു വിധം നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്രദേശങ്ങൾ ഇവരുടെ ആവശ്യപ്രകാരം നമ്മൾ ഇനിയും ഇതിന് തയ്യാറാകുന്നതാണ്. കൊണ്ടോട്ടി നഗരസഭയിൽ വിവിധയിടങ്ങളിൽ വരും ദിവസങ്ങളിലും പന്നിവേട്ട തുടരുമെന്നത് കർഷകർക്ക് ഒരു പരിധിവരെ ആശ്വാസമാവുകയാണ്. ന്യൂസ് 18 മലപ്പുറം. കോഴി കൂവുന്നത് സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നു എന്ന അയൽവാസിയുടെ പരാതിയിൽ നടപടിയെടുത്ത അടൂർ RTOയുടെ ഉത്തരവ് വൈറലാവുകയാണ്. പള്ളിക്കൽ ആലുമൂട് സ്വദേശിയായ വയോധികന്റെ പരാതിയിലാണ് അടൂർ RTOയുടെ രസകരമായ ഉത്തരവ്. പരാതിയെ തുടർന്ന് വീടിന് മുകളിലെ കോഴിക്കൂട് മാറ്റണമെന്നാണ് RDO ഉത്തരവിട്ടത്. വീടിന്റെ 2ാം നിലയിലായിരുന്നു പരാതിക്കാരൻ രാധാകൃഷ്ണന്റെ കിടപ്പുമുറി. തൊട്ടടുത്ത വീട്ടിലെ ടെറസിന്റെ മുകളിലാണ് കോഴിക്കൂടിന്റെ സ്ഥാനം. രാവിലെ 2 മണി മുതൽ കോഴി കൂവാൻ തുടങ്ങും. പിന്നെ സ്വസ്ഥതയില്ലാതാകും. ഇങ്ങനെ രാധാകൃഷ്ണന്റെ ഉറക്കം പോയെന്നാണ് പരാതി. തുടർന്നാണ് അയൽവാസി 14 ദിവസത്തിനുള്ളിൽ കോഴിക്കൂട് മാറ്റണമെന്ന് അടൂർ RDO ഉത്തരവിട്ടത്. മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ചിന്നക്കനാലും സൂര്യനെല്ലിയും. ദിനം പ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ ഒരു റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്.
ചിന്നക്കനാൽ പവർ ഹൗസ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് 2.5 വർഷം പിന്നിട്ടു. പക്ഷേ റോഡ് ഇപ്പോഴും പഴയപടിയിൽ തന്നെ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പവർ ഹൗസ് വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്നും ചിന്നക്കനാലിലേക്ക് പോകുന്ന 3 കിലോമീറ്ററോളം വരുന്ന പൊതുമരാമത്ത് റോഡാണ് തകർന്നു കിടക്കുന്നത്. കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തത്. 4 കോടി രൂപയാണ് റോഡിന് അനുവദിച്ചത്. എന്നാൽ 2.5 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ആദ്യം എടുത്ത് ഈ കുഞ്ചിത്തണ്ണി ലേബർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു ഇത് എടുത്തത്. അത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനി ഇതായിരുന്നു എടുത്തത്. അവരത് റോഡ് പണി പൂർത്തിയാക്കാത്തതുകൊണ്ട് അവരെ കരിമ്പട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിന്റെ പണി ഇപ്പോൾ ഒന്നും അല്ലാത്ത രീതിയിലൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. സ്കൂൾ പിള്ളേർക്കും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു റോഡാണ് ചിന്നക്കനാലിന്. ആ റോഡിന്റെ അവസ്ഥയാണ്, ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത്. മഴക്കാലത്ത് റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ചിന്നക്കനാൽ റേഷൻ കടയ്ക്ക് സമീപത്തെ കലുങ്കിന്റെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചതും ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്നു. കരാറുകാരുടെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അതിനാൽ കരാർ റദ്ദാക്കി റീടെൻഡർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ അനധികൃതമായി പാറകൾ പൊട്ടിച്ചു കടത്തിയതായും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വേനൽക്കാലം എത്തും മുൻപേ കേരളത്തിൽ പലയിടത്തും കുടിവെള്ളക്ഷാമം തുടങ്ങിക്കഴിഞ്ഞു. അതിനിടെ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം വെറുതെ പാഴായി പോകുന്നു. കൊല്ലം കുളത്തൂപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് പുനലൂർ. വേനൽ തുടക്കത്തിൽ തന്നെ ജലസ്രോതസ്സുകൾ വരണ്ടു. വേനൽക്കാലത്ത് കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളമാണ് ഏക ആശ്രയം. ഇതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിലെ ചോർച്ച വലിയ പ്രതിസന്ധിയാകുന്നത്. ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇങ്ങനെ പാഴാകുന്നത്. മടത്തറ സെക്ഷനിൽ നിന്നുമുള്ള പൈപ്പിലാണ് ചോർച്ച. ഇതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാനേയില്ല. കുടിവെള്ളം കിട്ടാക്കനിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നിട്ടും ഓരോ ദിവസവും പൈപ്പ് തുറന്നു വിടുമ്പോൾ, അതല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം പൈപ്പ് തുറന്നു വിട്ടാൽ ഇങ്ങനെ ആയിരക്കണക്കിന് ശുദ്ധജലം ഈ റോഡിൽ ഈ അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടി താപ്പോട്ട് ഒഴുകുന്നുണ്ട്, ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്. ഇത് സ്ഥിരം കാഴ്ചയാണ്. യാതൊരു നടപടികളുമില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് മടത്തറ വരെ പോയി സമരം ചെയ്യാനൊന്നും ആവില്ല. വെള്ളം കിട്ടുമ്പോൾ നമ്മൾ പിടിച്ചു വയ്ക്കും. അല്പം ഉയർന്ന പ്രദേശമാണെങ്കിൽ സമയത്തിന് വെള്ളം കിട്ടാറുമില്ല. ആഴ്ചകളായി ഇതാണ് സ്ഥിതി. പലവട്ടം നാട്ടുകാർ പരാതി പറഞ്ഞിട്ടും നടപടിയില്ല. 2 വർഷമായി ഈ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ഇങ്ങനെ പോകുന്നത്. ഈ വെള്ളം ഇവിടെ ഈ മലയരുവി റോഡ് സൈഡിൽ കെട്ടിക്കിടക്കുന്നു. ഇത് കാരണം കൊച്ചുങ്ങൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. വെള്ളം ഇങ്ങനെ പാഴായി പോകുന്നതുകൊണ്ട് കാട്ടിൽ നിന്ന് വന്യജീവികൾ വന്ന് ഈ വെള്ളം കുടിക്കാൻ ഇറങ്ങി കിടക്കുന്നത് കാരണം രാത്രിയും പകലും ഒക്കെ റോഡിൽ പാമ്പിൻ്റെയും പന്നിയുടെയും മറ്റു ജീവികളുടെയൊക്കെ ശല്യമാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാതായതോടെ ബദൽ സംവിധാനം ഒരുക്കാൻ ഗ്രാമപഞ്ചായത്തും നടപടി ആരംഭിച്ചിട്ടില്ല. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് കുടിവെള്ള വിതരണം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. ചൂട് കനത്തതോടെ പലയിടങ്ങളും ജലക്ഷാമത്തിന്റെ പിടിയിലാണ്. ഉയർന്ന പ്രദേശങ്ങളിലടക്കം കിണറുകളിൽ വെള്ളം കുറഞ്ഞു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പുനലൂരിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകൾ ആകട്ടെ നോക്കുകുത്തിയായി. പുനലൂർ താലൂക്കിന്റെ നേതൃത്വത്തിൽ 6 വർഷം മുൻപ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകളാണിവ. കുടിവെള്ളം ഉറപ്പാക്കാൻ സ്ഥാപിച്ച പദ്ധതി പക്ഷേ ഇന്ന് വരെ ലക്ഷ്യം കണ്ടില്ല. കാലങ്ങളായി ഇവ നശിക്കുകയാണ്. ഓരോ വില്ലേജുകളിലെയും ഉയർന്ന പ്രദേശം കേന്ദ്രീകരിച്ച 5000 ലിറ്ററിന്റെ ടാങ്കും സ്റ്റാൻഡ് ടാപ്പ് ഉൾപ്പെടെ അനുബന്ധ സംവിധാനങ്ങളുമാണ് സ്ഥാപിച്ചത്. സ്റ്റാൻഡ് സ്ഥാപിച്ചതല്ലാതെ ഇതുവരെ ഒരു തുള്ളി വെള്ളം ടാങ്കിൽ ശേഖരിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ സാധിച്ചിട്ടില്ല. മിക്ക പ്രദേശങ്ങളിലും ടാങ്കിന്റെ മൂടി തകർന്ന് വെള്ളം കെട്ടിക്കിടന്ന് കീടാണുക്കൾ പെരുകി രോഗാവസ്ഥ പരത്തുന്ന അവസ്ഥയാണ്. സ്റ്റാൻഡുകൾ തകർന്ന് ടാപ്പുകൾ ഉപയോഗശൂന്യമായി. വാട്ടർ കിയോസ്കുകൾ, അതായത് വലിയ വാട്ടർ ടാങ്കുകൾ നമ്മുടെ ഓരോ മേഖലയിലും സ്ഥാപിച്ച് അതിൽ വെള്ളം എത്തിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ലക്ഷക്കണക്കിന് രൂപയാണ് അതിൻ്റെ പിന്നിൽ ചെലവായിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെയായിട്ടും ആ വാട്ടർ ടാങ്കുകളിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പല വാട്ടർ ടാങ്കുകളും പൊട്ടിപ്പൊളിഞ്ഞു. ഇതിനകത്ത് വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം ഇതിനെ സംബന്ധിച്ചുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ടാങ്കും അനുബന്ധ സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിന് ഒരെണ്ണത്തിന് ഏകദേശം 75,000-ഓളം രൂപയോ ചിലവായിട്ടുണ്ട്. 100-ൽ പുറത്ത് കിയോസ്കുകളാണ് മണ്ഡലത്തിലുടനീളം സ്ഥാപിച്ചത്. കുടിവെള്ള വിതരണത്തിന്റെ മറവിൽ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നു. ന്യൂസ് 18 പുനലൂർ.
തൃശൂർ ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും 2 ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചത്. മറ്റന്നാൾ രാവിലെ 10 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. പ്രതി റിജോ ആന്റണിയുമായി ഇന്നലെ ബാങ്കിലും സുഹൃത്തിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഓഡിയോ ലോഞ്ച് കൊച്ചിയിൽ നടന്നു. പ്രിയാമണിയും ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങളും അണിയറ പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിൽ ചിത്രത്തിലെ ഒരു ഗാനം വിജയ് യേശുദാസ് ലൈവായി ആലപിച്ചു. കുഞ്ചാക്കോ ബോബനും താരങ്ങളും ഒരു ഗാനത്തിന് ചുവടുവെച്ചു. ഇമോഷണൽ ക്രൈം ഡ്രാമയായ ചിത്രം ഫെബ്രുവരി 20-ന് തിയേറ്ററുകളിലെത്തും. നടൻ ജിത്തു അഷ്ററാണ് സംവിധായകൻ. മാർട്ടിൻ പ്രക്കാട്ട്, സിബി ചാവ്ര, രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചത്. ആഘോഷമായി പാലക്കാട് ഓങ്ങല്ലൂർ ഭിന്നശേഷി കലാമേള. ഫിനിക്സ് എന്ന പേരിൽ വാടാനംകുറിശ്ശിയിൽ നടന്ന കലാമേള മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ശ്രദ്ധേയമായി. ഭൂമിക്കടിയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയെന്ന് വിലയിരുത്തുന്ന ഒരു പള്ളിയുണ്ട് കോതമംഗലത്ത്. മസ്ജിദ് അൽ മുബഷിരീൻ എന്ന ഈ പള്ളി എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. തലക്കോട് അള്ളുങ്കൽ പാറ്റേച്ചി എന്ന പ്രദേശത്താണ് ഭൂമിക്കടിയിൽ നിർമ്മിച്ച 80 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. സൂഫി സെന്ററിൽ പ്രവർത്തിക്കുന്ന MAGS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റും ആത്മീയ ഗുരുവുമായ യൂനുസ് ഷാ ഖാദിരി ചിഷ്തിയുടെ നേതൃത്വത്തിൽ 14ഓളം വരുന്ന അനുയായികൾ 60 ദിവസം കൊണ്ടാണ് പള്ളി നിർമ്മിച്ചത്. ഭൂമിയിൽ നിന്നും 22 അടി ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയോടൊപ്പം എല്ലാ മതവിഭാഗങ്ങൾക്കും ആരാധിക്കുവാനുള്ള 9ഓളം ധ്യാനപീഠങ്ങളും 2 മുറികളുമുണ്ട്. മുൻവശത്തെ വാതിൽ തുറന്നാൽ താഴേക്കുള്ള പടികളാണ് ആദ്യം കാണുന്നത്. പടിയുടെ അവസാനം ഇടത്തോട്ടും വലത്തോട്ടും തുരങ്കങ്ങൾ കാണാം. ഇവിടെയാണ് ധ്യാനപീഠങ്ങളും മുറികളുമുള്ളത്. ഉറപ്പുള്ള മട്ടിപ്പാറകൾ തുരന്നാണ് തുരങ്ക നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇരുവശത്തുള്ള തുരങ്കത്തിലൂടെ സഞ്ചരിച്ചാൽ അവസാനം എത്തി നിൽക്കുന്നത് ആരിലും കൗതുകമുണർത്തുന്ന കുഞ്ഞൻ പള്ളിയിലാണ്. പള്ളിയും അനുബന്ധ നിർമ്മാണങ്ങളും കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ഒരേ സമയം ആകാംക്ഷയും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്ന ഈ പള്ളി കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. എല്ലാ മതങ്ങളും തമ്മിലുള്ള സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്നു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന വിശ്വാസമാണ് ഇതുപോലൊരു മസ്ജിദും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാൻ കാരണമായതെന്ന് സൊസൈറ്റിയുടെ പ്രസിഡന്റും സൂഫി ആത്മീയ ഗുരുവുമായ യൂനുസ് ഷാ ഖാദിരി പറഞ്ഞു. എല്ലാ മതങ്ങളും മനുഷ്യരായി ചിന്തിച്ചുകൊണ്ടിട്ട് സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും, അള്ളാഹു കേൾക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ന്യൂസ് 18 കോതമംഗലം. ആർപ്പുവിളികളുടെയും താനവട്ടത്തിന്റെയും ആരവങ്ങളിൽ ഓണാട്ടുകര ദേശം. ചെട്ടികുളങ്ങര കുംഭഭരണിയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ കരകളിൽ ആരംഭിച്ചു. നാടിന്റെ മൊത്തം ഉത്സവമായ കുംഭഭരണി ഒത്തുചേരലിന്റെ കൂടി മഹോത്സവമാണ്. ഒത്തൊരുമയുടെയും കെട്ടുറപ്പിന്റെയും കരുത്തുകാട്ടി ഒരു ദേശമുണരുകയാണ്. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന കുംഭഭരണി കാഴ്ചകൾക്കായി ആകാശചുംബികളായ കരുത്തന്മാരെ തയ്യാറാക്കാനുള്ള തിരക്കുകൾ കുതിരച്ചുവടുകളിൽ ആരംഭിച്ചു. മര ഉരുപ്പടികൾ പുറത്തെടുത്ത് പരുവപ്പെടുത്തി തുടങ്ങി. ഇനി അധ്വാനത്തിന് നാളുകളാണ്. പതിമൂന്ന് കരകളിലും ഇനി ആർപ്പുവിളികളുടെയും താനവട്ടത്തിന്റെയും ആരവങ്ങൾ. ഭഗവതിയുടെ പറയെഴുന്നള്ളിപ്പും പുരോഗമിക്കുന്നു. കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുന്ന 13 ലോകാത്ഭുതങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇനി ഓരോ ഓണാട്ടുകരക്കാരനും. രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18 ചെട്ടികുളങ്ങര. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,970 രൂപ, പവന് 63,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,555 രൂപ, പവന് 52,440 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, കിലോഗ്രാമിന് 1,07,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് എത്തും. നമസ്കാരം.